നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണം. മൂവാറ്റുപുഴയിൽ പോലീസും കേന്ദ്ര സായുധ വിഭാഗവും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു. മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് നടപടി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ തകർന്ന റോഡിന് ശാപമോക്ഷം. ദിനംപ്രതി 100 രോഗികളെത്തുന്ന ആശുപത്രിയുടെ പ്രവേശന കവാടം കടന്നാൽ പിന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്. മാത്യു കുഴൽനാടൻ MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDFന്റെ ജനപ്രതിനിധി സംഗമം നടത്തി. സംഗമം മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്കുകൾ തിരിച്ച്. വാഴക്കുളം ചന്തത്തോട് മാലിന്യം നിറഞ്ഞ ഒഴുക്ക് നിലച്ച നിലയിൽ പഞ്ചായത്ത് ഓഫീസിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ബൈപ്പാസ് റോഡിന്റെയും സമീപത്തുകൂടിയാണ് തോടൊഴുകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ വീണ്ടും ജനവിധി തേടാൻ മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉയർത്തിക്കാട്ടി പ്രചരണം. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പോലീസും കേന്ദ്ര സായുധ വിഭാഗവും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പോലീസും കേന്ദ്ര സായുധ വിഭാഗവും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. സമാധാനപരവും പ്രശ്നരഹിതവുമായ ഇലക്ഷൻ നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെ കനത്ത സംവിധാനങ്ങളും സാന്നിധ്യവും ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ DYSPക്ക് കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തിയത്. പോലീസുകാർക്കൊപ്പം ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഉൾപ്പെടെ പങ്കെടുത്ത മാർച്ച് മൂവാറ്റുപുഴ KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു. മൂവാറ്റുപുഴ DYSPക്ക് കീഴിലുള്ള വാഴക്കുളം, കല്ലൂർക്കാട്, പോത്താനിക്കാട്, കോതമംഗലം, കുട്ടമ്പുഴ, ഊന്നുകല്ല്, മൂവാറ്റുപുഴ തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. മൂവാറ്റുപുഴ DYSP അബ്ദുൾ മുനീർ P, മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടന്നത്. 150ഓളം പോലീസുകാരും കേന്ദ്ര സായുധ വിഭാഗവും റൂട്ട് മാർച്ചിന്റെ ഭാഗമായി. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ തകർന്ന റോഡിന് ശാപമോക്ഷം. ദിനംപ്രതി 100 രോഗികളെത്തുന്ന ആശുപത്രിയുടെ പ്രവേശന കവാടം കടന്നാൽ പിന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് രോഗികളെ കാത്തിരുന്നത്. 1 വർഷത്തോളമായി മോചനം ലഭിക്കാതെ കിടന്നിരുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ തകർന്ന റോഡിന് ഒടുവിൽ മോക്ഷം. ആംബുലൻസ് അടക്കം വരുന്ന റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന രോഗികളുടെ ആവശ്യത്തെ തുടർന്ന് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ നടപടി. ആശുപത്രിയുടെ പ്രവേശന കവാടം കടന്നാൽ പിന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു രോഗികളെ കാത്തിരുന്നത്. ഇതേ റോഡിലൂടെ വേണം അത്യാഹിത രോഗികളുമായി വരുന്ന ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ. ദിനംപ്രതി 100 രോഗികളെത്തുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി. നഗരസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കോൺക്രീറ്റും അടുത്ത ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാത്യു കുഴൽനാടൻ MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDFന്റെ ജനപ്രതിനിധി സംഗമം മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്കുകൾ തിരിച്ചു നടത്തി. UDF സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാത്യു കുഴൽനാടൻ MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ UDF ജനപ്രതിനിധി സംഗമം മൂവാറ്റുപുഴ മഞ്ഞളൂർ ബ്ലോക്കുകൾ തിരിച്ചു നടത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആദ്യ ഔദ്യോഗിക പ്രചരണ പരിപാടിയായിരുന്ന ജനപ്രതിനിധി സംഗമത്തിൽ മണ്ഡലത്തിലെ വിവിധ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലത്ത് മൂവാറ്റുപുഴയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ വിശദീകരിച്ചു. നമുക്ക് പൊതുവെ നോക്കുമ്പോൾ നമുക്ക് വലിയ വെല്ലുവിളിയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കാണാത്ത വലിയ അടിപൊളിക്ക് വേണ്ടി അതിന് ശ്രമിക്കും. ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഉള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇത്രയും വലിയ ആധികാരികമായ വിജയം നേടാൻ കഴിയുന്നതാണ്.
ഈ കോൺഗ്രസിനും UDF-നും അതിൻ്റെതായ സംഘടനാ സംവിധാനവും സംഘടനാ സ്ട്രെങ്തും എല്ലാം ഉണ്ട്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. നമുക്ക് ഘടകകക്ഷികളുടേതായ സ്ട്രെങ്ത് ഉണ്ട്, നമ്മളുടെ ഐക്യമുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ വലിയ കൂടുതൽ പ്രശ്നങ്ങളോ ആകാംക്ഷയൊന്നുമില്ല. പിന്നെ നമുക്കുള്ള അഡീഷണൽ സ്ട്രെങ്ത് CPM-ഉം അല്ലെങ്കിൽ LDF-ഉം നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത, അവർക്കൊപ്പം പിടിക്കാൻ പറ്റാത്ത ഒരു എക്സ്ട്രാ മസിൽ നമുക്കുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളാണ്. കാരണം ഇത്രയും ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കടുക്കാൻ കഴിയുന്നതല്ല. ഈ ജനപ്രതിനിധികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ളവരുമാണ്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം മോശക്കാരനായിട്ടല്ല. ഒരു പക്ഷേ നിങ്ങളെക്കാളും കഠിനാധ്വാനം ചെയ്തും ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളും നിങ്ങളെ അവിടെ കാണും. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. UDF നേതൃത്വം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കുന്നതിനും മണ്ഡലതലത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പൈനാപ്പിൾ നഗരിയായ വാഴക്കുളത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന ചന്തത്തോട് മാലിന്യം നിറഞ്ഞ ഒഴുക്ക് നിലച്ച നിലയിൽ. പഞ്ചായത്ത് ഓഫീസിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ബൈപ്പാസ് റോഡിന്റെയും പൈനാപ്പിൾ മാർക്കറ്റിന്റെയും തൊട്ട് സമീപത്തുകൂടി ഒഴുകുന്ന തോടിനാണ് ഈ ഗതികേട്. ഇതോടെ രോഗസംക്രമണ സാധ്യതകൾ വർദ്ധിപ്പിച്ച് കൊതുക് ശല്യവും കൂടി. MCS Hospital, we take care of your health. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ വീണ്ടും ജനവിധി തേടാൻ നിലവിലെ MLA മാത്യു കുഴൽനാടൻ. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് രണ്ടാം ഊഴത്തിനൊരുങ്ങുന്നത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ രണ്ടാം തവണയും ജനവിധി തേടാൻ ഡോക്ടർ മാത്യു കുഴൽനാടൻ. KPCC വൈസ് പ്രസിഡന്റും സിറ്റിംഗ് MLA-യുമായ മാത്യു കുഴൽനാടനായിരിക്കും വീണ്ടും ജനവിധി തേടുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. AICC പുറത്തിറക്കിയ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് മാത്യു കുഴൽനാടന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് രണ്ടാം ഊഴത്തിനൊരുങ്ങുന്നത്. 2021 തെരഞ്ഞെടുപ്പിലെ CPI-യുടെ എൽദോ എബ്രഹാമിനെ പരാജയപ്പെടുത്തിയാണ് തന്റെ ആദ്യ MLA സ്ഥാനം ഉറപ്പിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കോൺഗ്രസ് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം, KSRTC ബസ് സ്റ്റാൻഡ്, ജപ്തി നടപടികളിൽ സാധാരണക്കാർക്ക് നൽകിയ പിന്തുണ, മണ്ഡലത്തിലെ കാർഷിക പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ എന്നിവ ഉയർത്തിക്കാട്ടിയാകും UDF പ്രചാരണം. LDF സ്ഥാനാർത്ഥിയായ CPI ജില്ലാ സെക്രട്ടറി N അരുണാണ് എതിർ സ്ഥാനാർത്ഥി. ശക്തമായ മത്സരത്തിനായിരിക്കും ഇത്തവണ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പെരുമ്പല്ലൂർ മലയിൽ രാജൻ MK 66 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 11-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെടും. ഭാര്യ മണി അടിമാലി ഉരുളയിൽ കുടുംബാംഗം, മക്കൾ ശ്യാം, ശരത്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.